ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. മഴതോരും മുമ്പേ എന്ന പരമ്പരയിൽ കണ്ടു നിൽക്കുന്നവരുടെ ശ്വാസം അടക്കി പിടിക്കുന്ന ഒരുപിടി സംഭവങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ പ്രഗ്നൻസി വാർത്ത ബബിതയുടെ ജീവിതമാകെ തകിടം മറിക്കുകയാണ്. അലീന അത് കണ്ടെത്തുന്നതും ബാലേന്ദ്രൻ അമലിനെ തേടി പോകുന്നതുമെല്ലാം നാടകീയമായ രംഗങ്ങൾക്കാണ് വഴി തുറന്നത്. പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊരു ദുരന്തമായിരുന്നു. ഗോവണിയിൽ നിന്നുള്ള വീഴ്ചയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ബബിതയും ആ കുടുംബത്തെയും വലിയൊരു തകർച്ചയിലേക്ക് തന്നെ എത്തിയിരുന്നു. വൈജയന്തിയുടെ മുഖത്തടിച്ചതുപോലെ അലീന സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ അഹങ്കാരം തകരുന്ന കാഴ്ച നമുക്ക് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി അതൊന്ന് പരിഗണിക്കുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ 2 മാസങ്ങളായിട്ട് ബബിത വല്ലാത്ത ടെൻഷനിലാണ്. കൃത്യസമയത്ത് സംഭവിക്കേണ്ട ശാരീരിക മാറ്റങ്ങൾ വഴിമാറിയപ്പോൾ, ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ അവളുടെ ഉള്ളിൽ പേടി കൂടി വന്നു. സംശയം തീർക്കാൻ ബബിത വേഗം മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് ഒരു കിറ്റ് വാങ്ങുകയാണ്. വീട്ടിലെത്തി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് എന്ന ആ അടയാളം കണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ബബിത ആകെ തരിച്ചു നിന്നുപോയി. പിന്നീട് ആ കിറ്റ് ബാഗിലിട്ട് വേഗം വീട്ടിൽ നിന്നിറങ്ങി. പടികളിറങ്ങി താഴെ എത്തിയപ്പോഴാണ് അലീന മുന്നിൽപ്പെട്ടത്. അല്ല, ഇത്ര നേരത്തെ എങ്ങോട്ടാ? വല്ല സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടോ എന്ന അലീനയുടെ നിഷ്കളങ്കമായ ചോദ്യം ബബിതയെ ദേഷ്യം പിടിപ്പിച്ചു. നീ ഒന്ന് പോയടി, എങ്ങോട്ട് പോകണമെങ്കിലും നിന്റെ അനുവാദം എനിക്ക് വാങ്ങണോ എന്ന് പരുഷമായ മറുപടി പറഞ്ഞ് അവൾ അലീനയോട് കയർത്തു. വീടിന് പുറത്തിറങ്ങിയ ഉടൻ ബബിത അമലിനെ ഫോണിൽ വിളിക്കുകയാണ്. ശബ്ദമിടറിക്കൊണ്ട് ബബിത പറഞ്ഞു, അമലെ, എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം. വളരെ അർജന്റായ ഒരു കാര്യം പറയാനുണ്ടടാ. കാര്യം എന്താണെന്ന് ഫോണിലൂടെ പറഞ്ഞുകൂടെ എന്ന അമലിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇതൊരു ഫോൺ കോളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ, അത്രയും വലിയൊരു പ്രശ്നമാണ് എന്ന് വിഷമത്തോടെ അവൾ അവനെ ബോധ്യപ്പെടുത്തി. ബബിതയുടെ ശബ്ദത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞ അമലാകട്ടെ, ശരി, ഞാൻ അങ്ങോട്ട് എത്താൻ ഏതാണ്ട് അരമണിക്കൂർ പിടിക്കും, നീ നമ്മുടെ പതിവ് സ്ഥലത്ത് കാത്തിരിക്കൂ എന്ന് മറുപടി നൽകി. മനസ്സ് നിറയെ ആകുലതകളുമായി ബബിത അവിടെ കാത്തു നിന്നു അമലിനായിട്ട്. 10 മിനിറ്റുകൾ കടന്നു പോയപ്പോഴേക്കും അമൽ ബൈക്കിൽ പാഞ്ഞെത്തി. കണ്ടപാടെ അമലിന്റെ കൈകളിൽ പിടിച്ച് ആകെ തളർന്ന സ്വരത്തിൽ താൻ ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം അവൾ വെളിപ്പെടുത്താൻ തുടങ്ങി. ബാഗിൽ നിന്നും ആ പ്രഗ്നൻസി കിറ്റ് എടുത്ത് അവന്റെ നേർക്ക് നീട്ടി. അരുതാത്തതിനൊന്നും പോകേണ്ടെന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, ഇപ്പൊ കണ്ടോ എന്ന് ബബിത ദേഷ്യത്തോടെ ചോദിച്ചു. അപ്രതീക്ഷിതമായി ഇത് കണ്ട അമലാണെങ്കിലും ആകെ തകർന്നു പോയി. പീരിയഡ്സ് വൈകിയപ്പോൾ താൻ ടെസ്റ്റ് ചെയ്തതാണെന്നും റിസൾട്ട് പോസിറ്റീവ് ആണെന്നും ബബിത അവനോട് പറഞ്ഞു. അത് കേട്ട് അമല് ബബിതയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ പേടിക്കേണ്ട ബബിത, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ ഇതിനുള്ള ടാബ്ലറ്റ് കിട്ടും. എന്നാൽ ഇതിന് ഏകദേശം 3 മാസത്തോളം പഴക്കം ഉണ്ടാകുമെന്നും ടാബ്ലറ്റ് കൊണ്ട് കാര്യമില്ലെന്നും ബബിത തീർത്തു പറയുകയാണ് അമലിനോട്. ഒടുവിൽ പിറ്റേന്ന് ദൂരെയുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാമെന്നും 18 തികയാത്തതുകൊണ്ട് പോലീസ് കേസായാൽ താൻ കുടുങ്ങുമെന്നും അമൽ അവളെ ഓർമ്മിപ്പിച്ചു. ബബിത വീട്ടിലില്ലാത്ത ആ നേരത്തെ തന്നെയാണ് അലീന അവളുടെ റൂം വൃത്തിയാക്കാൻ കയറിയത്. കിറ്റ് അവളെ കൊണ്ടുപോയെങ്കിലും അതിന്റെ കവർ കട്ടിലിൽ തന്നെ മറന്നിരുന്നു. അത് കണ്ട് അലീന ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നു രാവിലെ അവളുടെ വെപ്രാളത്തിന് പിന്നിലെ കാര്യമല്ലേ. അലീനയുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ ഇരച്ചു കയറി. അച്ഛനോടും മറ്റുമൊക്കെ താൻ ഇത് എങ്ങനെ പറയുമെന്നോർത്ത് അലീന ആകെ വിറച്ചുപോയി. വൈകുന്നേരം ബബിത വീട്ടിലെത്തിയപ്പോ അലീന അവളെ പിടിച്ചു നിർത്തി. മറ്റാരും കേൾക്കാതിരിക്കാൻ ബബിതയെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് കുറ്റിയിട്ടു. അലീനയുടെ ഈ മാറ്റം കണ്ട് ബബിത ഒന്ന് അന്താളിച്ചു. അല്ല, നീ എന്നെ തല്ലാൻ പോവുകയാണോ എന്ന് ബബിത ചോദിച്ചപ്പോ, നിന്നെയൊക്കെ തല്ലുകയല്ല, തല്ലി കൊല്ലുകയാണ് വേണ്ടത് എന്നായിരുന്നു അലീനയുടെ മറുപടി. തുടർന്ന് അലീനയുണ്ടല്ലോ ആ കിറ്റിന്റെ കവർ ബബിതയുടെ നേർക്കെറിഞ്ഞു. ഇതെന്താണെന്ന് എനിക്ക് നീ പറഞ്ഞു തരണം, നിനക്കിപ്പോ നാവില്ലേ? അലീനയുടെ ചോദ്യത്തിന് മുന്നിൽ ബബിത തളർന്നുപോയി. ഒടുവിൽ തനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് അവൾ സമ്മതിക്കുകയാണ്. ആ സമയത്ത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതും രോഹിത്തിന്റെ മോശം കൂട്ടുകെട്ടുമെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അലീന അവളെ ശരിക്കും ശകാരിക്കുകയാണ്. നീ കൂടെ ഇങ്ങനെ തുടങ്ങിയ ഈ കുടുംബം എങ്ങോട്ട് പോകും ബബിത എന്ന് ചോദിച്ച് അലീന ആകെ തകർന്നു നിന്നു. അലീനയുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ബബിത മാപ്പിരുന്നു. ചേച്ചി, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ആരുമില്ല എന്ന് കരഞ്ഞു പറയുന്ന ബബിതയെ അലീന പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാമുകനായ അമലിനെ കുറിച്ച് അലീന ചോദിച്ചപ്പോ അമൽ നല്ലവനാണെന്ന് തന്നെ ബബിത വാദിച്ചു. എന്നാൽ അമൽ അവളെ അബോർഷന് നിർബന്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ 18 വയസ്സ് തികയാത്തതിനാൽ അത് വലിയ നിയമപ്രശ്നമാകുമെന്ന് അലീന അവളെ ബോധ്യപ്പെടുത്തി. തന്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ചേച്ചി എന്ന് വിളിക്കുന്ന ബബിതയെ പരിഹാസത്തോടെ നോക്കിയ അലീന അച്ഛൻ ഇതൊന്നും അറിയരുതെന്ന് തന്നെ കർശനമായി അവളോട് നിർദ്ദേശിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ബാലേന്ദ്രൻ വാതിലിന് പുറത്തു നിന്ന് ഇതെല്ലാം കേട്ടു നിൽപ്പുണ്ടായിരുന്നു. വാതിൽ തുറന്നതും കലിതുള്ളി അകത്തേക്ക് വന്ന അദ്ദേഹം ബബിതയുടെ കാരണത്തടിക്കുകയാണ്. അവള് കട്ടിലേക്ക് ബോധരഹിതയായി വീണുപോയി. നിന്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണോ നിനക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് വീണ്ടും തല്ലാനൊരുങ്ങിയ അദ്ദേഹത്തെ അലീനയാണ് പിന്നെ തടയുന്നത്. ഹൃദ്രോഗിയായ അച്ഛന്റെ ആരോഗ്യത്തെ ഓർത്ത് അലീന പരിഭ്രമിച്ചു. തന്റെ മക്കളും വഴിതെറ്റിപ്പോകുന്നതോർത്ത് ബാലേന്ദ്രനും പൊട്ടിക്കരഞ്ഞു. ബബിതയുടെ കോളേജിൽ പഠിച്ചിരുന്ന അമൽ എന്ന പയ്യനാണ് ഇതിന് പിന്നിലെന്ന് അലീന പറഞ്ഞുകൂടെ ബാലേന്ദ്രന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവനെ ഞാൻ പോക്സോ കേസിൽ കൊടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു
വിളിച്ചു പറഞ്ഞു. കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ബബിത കാല് പിടിച്ചെങ്കിലും ബാലചന്ദ്രൻ അതൊന്നും കേട്ടില്ല. രോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയ ബാലചന്ദ്രൻ പിന്നെ അമലിന്റെ വീട് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു പോയി. വീട്ടിലെ ബഹളം കേട്ടെത്തിയ കൃഷ്ണയോട് അലീന കാര്യങ്ങൾ മറച്ചു വെച്ചു. അമലിന്റെ വീട് കണ്ടെത്തിയ ബാലചന്ദ്രൻ അവിടെ എത്തി കോളിംഗ് ബെൽ അടിച്ചു. അമലിന്റെ അമ്മയാണ് വാതിൽ തുറന്നത്. അവർ അമലിനെയും അച്ഛനെയും പുറത്തേക്ക് വിളിച്ചു. അമല് പുറത്തെത്തിയതും നിയന്ത്രണം നഷ്ടപ്പെട്ട ബാലചന്ദ്രൻ ഓടിച്ചെന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞൊന്ന് പൊട്ടിച്ചു. ബാലചന്ദ്രന്റെ അടിയുടെ പ്രഹരത്താൽ അമല് നിലത്ത് വീണു. മകനെ തല്ലുന്നത് കണ്ട് പരിഭ്രമിച്ച അമലിന്റെ അച്ഛൻ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഞാനാണ് പോലീസിനെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞ ബാലചന്ദ്രൻ അമൽ തന്റെ മകളെ ചതിച്ച വിവരം എല്ലാവരെയും വെളിപ്പെടുത്തി. തനിക്കും ഇതേ പ്രായത്തിലുള്ള മകളുണ്ടെന്ന് അദ്ദേഹം അമലിന്റെ സഹോദരിയെ ചൂണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞ അമലിന്റെ അമ്മയൊക്കെ തകർന്നുപോയി. കുടുംബത്തിന്റെ മാനം കാക്കാൻ കേസ് കൊടുക്കരുതെന്ന് അമലിന്റെ അച്ഛൻ ബാലചന്ദ്രന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. സ്വന്തം മകളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ബോധ്യമുള്ളതിനാൽ കടുത്ത നിരാശയോടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് മടങ്ങി. തിരികെ വീട്ടിലെത്തിയ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അലീനയോട് താൻ അമലിന്റെ വീട്ടിൽ പോയ കാര്യം അദ്ദേഹം പറഞ്ഞു. ഉള്ളിലെ സങ്കടം താങ്ങാനാവാതെ വന്ന ബബിത അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പിരുന്നു. എന്നാൽ അവളുടെ പഴയകാല പെരുമാറ്റങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവളെ അവഗണിക്കുക തന്നെയാണ് ചെയ്തത്. നിന്റെ അഹങ്കാരം തീർന്നില്ലേ എന്ന അലീനയുടെ ചോദ്യത്തിന് മേൽ മറുപടിയില്ലാതെ കരയാൻ മാത്രമേ ബബിതയ്ക്കാകുന്നുള്ളൂ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ബബിത ഗോവണി കയറുന്ന സമയത്താണ് ആ ഒരു ദാരുണമായ സംഭവം നടന്നത്. കാല് തെറ്റി ഗോവണിയിൽ നിന്നും ബബിത താഴേക്ക് ഉരുണ്ടു വീണു. അലീന നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ബബിതയാണ് കാണുന്നത്. നിലവിളി കേട്ട് കൃഷ്ണമോളും രോഹിത്തും ബാലചന്ദ്രനും ഓടിയെത്തി. പിന്നീട് അബോധാവസ്ഥയിലായ ബബിതയും കൊണ്ട് അവർ വൈജയന്തി അഡ്മിറ്റ് ആയിട്ടുള്ള അതേ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവളെ ഉടനെ തന്നെ ICUലേക്ക് മാറ്റി. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ആ ഡോക്ടർ ബാലചന്ദ്രന്റെ സുഹൃത്തായിരുന്നു. ബബിതയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ തന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഡോക്ടറുടെ കൈകളിൽ പിടിച്ച് വിതുമ്പി. ICUവിന് പുറത്തെത്തിയ ഡോക്ടറോട് ബാലചന്ദ്രൻ വിതുമ്പലോടെ മാപ്പിരുന്നു. എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. എന്നാൽ ഡോക്ടർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ബാലചന്ദ്ര, പേടിക്കണ്ട. വീഴ്ചയിൽ അബോർഷൻ സംഭവിച്ചു എന്നതൊഴിച്ചാൽ ആ കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 18 വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്. അത് കേട്ട് ബാലചന്ദ്രന് ആശ്വാസമായെങ്കിലും തന്റെ മകളുടെ അവസ്ഥയോർത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട്. ബബിതയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചെത്തിയ കൃഷ്ണമോളോടും രോഹിത്തിനോടും അവൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ കാരണമുള്ള ക്ഷീണമാണെന്ന് അലീന കള്ളം പറയുന്നു. കുട്ടികൾ കൂടുതൽ പരിഭ്രമിക്കാതിരിക്കാൻ ബാലചന്ദ്രൻ ഉടനെ തന്നെ അവർക്കായി ടാക്സി വിളിച്ച് വീട്ടിലേക്ക് അയച്ചു. ഇതിനിടയിൽ അലീന വൈജയന്തിയുടെ മുറിയിലെത്തി. അലീനയെ കണ്ടതും വൈജയന്തി വിഷം ചീറ്റാൻ തുടങ്ങി. നീ ആ വീട്ടിൽ കാല് കുത്തി അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ കഷ്ടകാലം. മക്കളെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുകയാണോടി നീ എന്നിങ്ങനെ വൈജയന്തി അധിക്ഷേപിച്ചപ്പോ അലീനയും ഒരു നിമിഷത്തേക്ക് പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അലീന വൈജയന്തിക്ക് നേരെ ആഞ്ഞടിച്ചു. ഇപ്പോഴെങ്കിലും ദൈവം ഉണ്ടെന്ന് മാഡം വിശ്വസിക്കണം. ഞാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും മാഡം അത് കേട്ടില്ല. നിങ്ങളുടെ മകൾ സ്റ്റെപ്പിൽ നിന്ന് വീണത് വെറുതെയല്ല. അവൾ 2 മാസം ഗർഭിണിയായിരുന്നു. അമ്മയുടെ അതേ വഴി തന്നെയാണ് മകളും തെരഞ്ഞെടുത്തത്. അലീനയുടെ വാക്കുകൾ കേട്ട് വൈജയന്തി തകർന്നുപോയി. ആ സമയം വാതിൽക്കൽ നിന്നിരുന്ന ബാലചന്ദ്രൻ അകത്തേക്ക് കയറി അലീനയെ പിന്തുണച്ചു. അലീന പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ് വൈജയ്. നീ ഓരോ തവണയും അവളെ ശപിക്കുമ്പോൾ അത് നിന്റെയും മക്കളുടെയും തലയിലേക്കാണ് വന്ന് വീഴുന്നത്. നിന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണിത്. അലീനയെ ഓരോന്ന് പറയുന്നതിന് മുമ്പ് സ്വന്തം കണ്ണാടിയിലും മകളുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക്. നിന്റെ അതേ വഴി തന്നെയാണ് മകളും പിന്തുടരുന്നത്. ഇങ്ങനെയെല്ലാം ബാലചന്ദ്രൻ മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ വൈജയന്തിയും ശരിക്കും പേടിക്കുകയാണ്. പോരാത്തതിന് ബാലചന്ദ്രനും കൂടെ അലീന പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ വൈജയന്തിക്ക് വല്ലാത്ത ആശങ്ക തോന്നുകയാണ്. ഇവരിനി കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോർത്ത് വൈജയന്തി ആകെ ടെൻഷനിലാകുന്നു. പിറ്റേന്ന് രാവിലെ ബബിതയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ബബിതയെ കാത്തിരുന്നത് വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു. അതുവരെ സ്നേഹിച്ചിരുന്ന അമ്മയിൽ നിന്ന് അവൾ അങ്ങനെ ഒരു പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ കൺമുന്നിൽ നിന്നെ ഇനി കണ്ടുപോരുത് ബബിത. നീ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി. ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ആക്രോശിച്ചുകൊണ്ട് വൈജയന്തി അവളെ ആകെ അപമാനിച്ചു. തനിക്ക് താങ്ങായിരിക്കുമെന്ന് കരുതിയ അമ്മ ഇത്രയും പരുഷമായി പെരുമാറിയപ്പോൾ ബബിതയും അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ബബിത പുറത്തുപോയതും വൈജയന്തിയുടെ ഉള്ളിലും ആകെ ആശങ്ക പടർന്നു. തന്റെ അതേ പാതയിലൂടെയാണോ മകളും സഞ്ചരിക്കുന്നത് എന്ന ചിന്ത അവരെ വല്ലാതെ വേട്ടയാടി. കാര്യങ്ങൾ താൻ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് കൈവിട്ടു പോയി എന്ന് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്.